ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹേ ശാരദേ സകല ഭക്തജനാനുകൂലി നാഗാധിപാദി വിബുധാർച്ചിതപാദപദ്മേ ലോകേശരമ്യ മുഖപങ്കജ നിത്യവാസേ ദാസേ സദാമയി ദയാം ഗുരുചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 36-ാം ഭാഗം. അവതരണം ചട്ടമ്പി സ്വാമിയെ കാണുന്നു. വീട്, നാട്, ബന്ധുക്കൾ തുടങ്ങി സ്വന്തമെന്ന് പറയാവുന്നതൊക്കെയും ഏതാണ്ട് ഉപേക്ഷിച്ചതുപോലെയായിരുന്നു നാണുവാശാന്റെ ജീവിതം. പകൽ നേരങ്ങളിൽ എങ്ങോട്ടൊന്നില്ലാതെ സഞ്ചരിക്കും, അതും കാൽനടയായി. രാത്രി കാലങ്ങളിൽ ഏതെങ്കിലും കടപ്പുറത്തോ സത്രങ്ങളിലോ ക്ഷേത്ര സങ്കേതങ്ങളിലോ ആവും കിടപ്പ്. ആഹാരം ആരെങ്കിലും കൊടുത്താൽ അത് വാങ്ങി കഴിക്കും, അതും വിശപ്പുണ്ടെങ്കിൽ മാത്രം. താടിയും മുടിയുമൊക്കെ നീണ്ടു വളർന്നിറങ്ങിയിരുന്നെങ്കിലും അവയൊക്കെ ചീകിയൊതുക്കി വയ്ക്കുന്നതിൽ നാണുവാശാൻ അശ്രദ്ധനായിരുന്നു. ചിലർ നാണുഭക്തനെന്നും മറ്റു ചിലർ നാണുവാശാനെന്നും വേറെ ചിലർ നാണുകാന്തനെന്നും ഒക്കെ അക്കാലങ്ങളിൽ വിളിച്ചിരുന്നു. എന്നാൽ ആ വിളികളിലെല്ലാമുള്ള ബഹുമാനവും പരിഹാസവും നാണുവാശാൻ ഒരുപോലെയായിരുന്നു. ഒരു ദിവസം കടപ്പുറത്ത് നിൽക്കുമ്പോൾ പതിവായി കേൾക്കാറുള്ള അത്തരം വിളികളിൽ നിന്നും വേറിട്ടൊരു വിളി നാണുവാശാൻ കേട്ടു. നാണു. ഏറെ പരിചിതമായ ആ ശബ്ദം കേട്ട് നാണുവാശാൻ തിരിഞ്ഞു നോക്കി. പെരുനെല്ലി. ആ ചുണ്ടുകളിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു വന്നു. കുമ്മമ്പള്ളിയിലെ ഉപരിപഠന കാലത്ത് നാണുവിന്റെ സതീർത്ഥ്യനായിരുന്ന പെരുന്നെല്ലി കൃഷ്ണനായിരുന്നു അത്. വളരെ കാലത്തിന് ശേഷമുള്ള ഒരു കണ്ടുമുട്ടൽ. പെരുന്നെല്ലി ഓടി അടുത്തെത്തി നാണുവാശാനെ ആലിംഗനം ചെയ്തു. പഠനകാലത്ത് തന്നെ കവിതാരചനയിൽ സാമർഥ്യം തെളിയിച്ചിരുന്ന പെരുന്നെല്ലിയോട്
നാണുവാശാൻ അതേപ്പറ്റി തന്നെയാണ് ആദ്യം അന്വേഷിച്ചത്. കൃഷ്ണന്റെ കവിതാരചന ഇപ്പോഴും മുടക്കമില്ലാതെ നടക്കുന്നുണ്ടോ? ഉണ്ട്. എങ്കിലും മറ്റ് വ്യവഹാരങ്ങൾക്കിടയിൽ അതിന് വേണ്ടത്ര സമയം കിട്ടാറില്ലെന്നേയുള്ളൂ, പെരുന്നെല്ലി പറഞ്ഞു. വൈദ്യനും വിദ്വാനുമായി കഴിഞ്ഞിരുന്ന പെരുന്നെല്ലി അവധൂതനായി ദേശസഞ്ചാരം നടത്തി വന്നിരുന്ന നാണുവാശാനെ തന്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. പെരുന്നെല്ലിയുടെയും അദ്ദേഹത്തിന്റെ മാതാവിന്റെയും സ്നേഹാദരങ്ങൾ അളവറ്റതായിരുന്നു. ആ ഗൃഹത്തിലുണ്ടായിരുന്ന അപൂർവ ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ ശേഖരം നാണുവാശാനെ വളരെയധികം ആകർഷിച്ചു. അവരുടെ നിർബന്ധം കൂടിയായപ്പോൾ കുറച്ചു ദിവസം അവിടെ തന്നെ കഴിഞ്ഞുകൂടാൻ നാണുവാശാൻ നിശ്ചയിച്ചു. ആ ദിവസങ്ങളിൽ ഏതാണ്ട് മുഴുവൻ സമയവും ഗ്രന്ഥപുരയിൽ തന്നെയായിരുന്നു ഇരിപ്പ്. മഹത്തുക്കളായ ആചാര്യന്മാരുടെയും സിദ്ധന്മാരുടെയും വൈദ്യന്മാരുടെയും സംസ്കൃതത്തിലും തമിഴിലുമുള്ള ഗ്രന്ഥങ്ങൾക്കൊപ്പം കാളിദാസന്റെ മഹാകാവ്യങ്ങളും നാടകങ്ങളും ഒക്കെ ആ ഗ്രന്ഥപുരയിൽ ഉണ്ടായിരുന്നു. നാണുവാശാൻ അവ ഓരോന്നും ജ്ഞാനതൃഷ്ണയോടെ മറിച്ചു നോക്കി. വേദാന്ത പ്രധാനങ്ങളായ ഗ്രന്ഥങ്ങളിലായിരുന്നു കൂടുതലും ശ്രദ്ധ പതിഞ്ഞത്. ഒരു സായാഹ്നത്തിൽ ഗ്രന്ഥപുരയുടെ വാതിൽക്കൽ പതിവില്ലാത്ത ഒരു ആളനക്കം കേട്ടു. നാണുവാശാൻ മെല്ലെ മുഖമുയർത്തി നോക്കി. പെരുന്നെല്ലിക്കൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിരിക്കുന്നത് കണ്ടു. ആളെ നല്ല പരിചയമുണ്ടായിരുന്നില്ല, എന്നാൽ പരിചയക്കുറവുള്ളതായി തോന്നിയതുമില്ല. ഇരുവരും അല്പനേരത്തേക്ക് ഒന്നും ഉരിയാടാതെ പരസ്പരം നോക്കി നിന്നു. ഒതുക്കമില്ലാത്ത താടിയും മുടിയും മീശയും ഒക്കെയാണെങ്കിലും ആ നവാതിഥിയോട് അതുവരെ മറ്റാരോടും തോന്നിയിട്ടില്ലാത്ത ഒരു ആകർഷണീയത നാണുവാശാന് തോന്നുകയുണ്ടായി. കൃഷ്ണൻ വൈദ്യർ രണ്ടു പേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി. ഷൺമുഖദാസൻ എന്നും ചട്ടമ്പി സ്വാമികൾ എന്നും അറിയപ്പെട്ടിരുന്ന ആ സിദ്ധനുമായി നാണുവാശാൻ വളരെ വേഗം സൗഹൃദത്തിലായി. തമ്മിൽ പിരിയാനാവാത്ത വിധം അവരൊന്നായി. ഇരുവരും ഒന്നിച്ച് പിന്നീട് ധാരാളം യാത്രകൾ ചെയ്തു. വേദാന്ത വിഷയങ്ങളിൽ ചർച്ചകളും സംവാദങ്ങളും നടത്തി. വാശിയിലും സാഹസത്തിലും സമർത്ഥനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ഗുരുദേവൻ പിൽക്കാലത്തൊരിക്കൽ സ്വാമികളെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ശരീരം എത്ര മെലിഞ്ഞുപോയി, അന്ന് എന്ത് സാഹസവും ചെയ്യും. ഇടയ്ക്കിടെ ധാരാളം ചൊറി അഥവാ ചിരങ്ങ് വരാറുണ്ട്. ചൊറി വർദ്ധിക്കുന്നതിനനുസരിച്ച് വാശിയും വർദ്ധിക്കും. അശേഷം വക വയ്ക്കുകയില്ല. ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. ചൊറി തന്നെ തോറ്റ് പിന്മാറണം. പാറയിന്മേൽ നിന്നും ആറ്റിലേക്ക് ചാടുവാൻ എന്തുത്സാഹമായിരുന്നു! അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധ
ഗുരുദേവ കഥാസാഗരം. ചട്ടമ്പി സ്വാമിയെ കാണുന്നു. അവതരണം തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.